ആ മീനൊന്നും ഇട്ട് കൊടുക്കണ്ട. ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തെ ഞാൻ ഒറ്റയ്ക്ക് ഒരു രണ്ടാളും. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നലെ ഞാൻ കുളിച്ചുണ്ട് എണ്ണ വെച്ച് മുടി അത്യാവശ്യം കുറച്ച് നനവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുടിയിൽ എണ്ണ വെച്ച് എന്നിട്ട് ഈ റിബൺ ഇട്ട് കേട്ടോ. ഈ റിബണായിട്ട് ഇങ്ങനെ പൊക്കി വെച്ച് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ പൊക്കി വെച്ച് മൊത്തം അവിടെ കെട്ടിയേക്കണ പോലെ ഞാൻ പൊക്കി വെച്ച് കേട്ടോ. പൊക്കി വെച്ച് കഴിഞ്ഞ് കുറേ ഞാൻ രാത്രിയായി ഊരിപ്പോൾ മുടി ഇങ്ങനത്തേനൊക്കെ ഉണ്ട് താഴണില്ല. പിന്നെ രാവിലെ ആയപ്പോൾ മുടി മൊത്തം ഇതായി കിടക്കുക, വടി പോലെ ആയി കിടക്കുക. ഇങ്ങനെ താക്കി ഇങ്ങനെ വരും. സൈഡ് വടി പോലെ ഇങ്ങനെ വരിക മുടി. എന്താ പറയുക, നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് കടിയൊക്കെ നിന്നിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുക കേട്ടോ. ഇത് മുട്ട കേട്ടോ. ഇന്നലെ വൈകുന്നേരം അല്ലേ നീ കൊണ്ടുവന്നെ? വൈകുന്നേരം ഞാനിവിടെ മൊബൈൽ അടിച്ചു കേട്ടോ. കിങ്ങിണി ഇവിടെ ഒക്കെ ഉണ്ട്, ഞാൻ ഇവിടെ ഒക്കെ ഉണ്ട്, മൊബൈൽ അടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ ആരെങ്ങനെ എത്തി നോക്കണ്. വൈകുന്നേരം സ്കൂളിൽ കഴിഞ്ഞിട്ട് ഇന്ന് ശനിയാഴ്ച കൊണ്ട് ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നേ. ശരിയാണ്ടോ? 3 വന്നിപ്പോ പോയി വന്നപ്പോഴത്തേക്ക് നല്ല വലുതായിക്കണല്ലോ. വല്ല പൂച്ചക്കുട്ടി വലുതായി. ഇതെന്താ അവിടെ പറഞ്ഞു ഓടല്ലാട്ടോ. ഇതൊക്കെ വലുതായി, നല്ല വെയിറ്റ് ഉണ്ട്. എന്ത് വെയിറ്റ് അത്? ചെറിയ പൂച്ച എത്ര പെട്ടതാ വലുതായത്. 1-2 ആഴ്ച എവിടെയൊക്കെ പോയിട്ട് വലിപ്പം വെച്ചിട്ട് വന്നിക്കണ്. അയ്യേ, എങ്ങോട്ടാ എന്താ എന്തോ ആ മീനൊന്നും ഇട്ട് കൊടുക്കണ്ട. അതോട് കൊണ്ടോ. ഇവിടെ ഇട്ട് കൊടുത്തോ. ആ മീൻ ഇട്ട് കൊടുക്കാൻ, ആ ടാങ്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഈ ബിസ്ക്കറ്റ് ഇത് ആരത്? ടാങ്കിലേക്കല്ല, ഇങ്ങോട്ട് ഇട്ടോ. ടാങ്ക് കൊണ്ടുപോയില്ലേ പാക്കോവേ. നോട്ടെ തിന്നാൻ പറ്റില്ല കേട്ടോ. തിന്നണ്ട കേട്ടോ. ഇവന്റെ ബാഗ് കൊണ്ട് വെക്കാൻ നേരെ ഇവന്റെ വീട്ടിൽ കിട്ടോ. കുഞ്ഞാന്റെ ഗെയിം ഉണ്ടോ? ഫ്രീ ഫയർ കളിക്കുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് നിന്നിട്ട്. എത്ര ഫിംഗറാ? 4 ഫിംഗറോ? എവിടെ ഇത് കുഞ്ഞാവട്ടോ. മുച്ചക്കൻ പ്ലെയറാ. ഫ്രീ ഫയർ നല്ല കളിക്കുന്ന പറഞ്ഞു. ഫ്രീ ഫയർ നല്ല കളിക്കൂലേ? നല്ല കളിക്കും. 4 ഫിംഗറാ. മൂപ്പർ കളിക്കാറിയില്ല. ഞാൻ കുറേ കളിച്ചു പോയി. കളിക്കാറിയില്ല. മുട്ടൊക്കെ പൊട്ടിച്ച്. ഞങ്ങളടുത്ത പൂച്ചക്കുട്ടിക്ക് ഇത്ര തൊപ്പല്ല കേട്ടോ. ഇതൊക്കെ തൊപ്പുള്ള പൂച്ചക്കുട്ടി എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല തൊപ്പ നല്ല സ്പോഞ്ച് വരേണ്ടത് തൊടുമ്പോൾ നല്ല നീങ്ങുള്ള. നീ എന്താ പറഞ്ഞേ? എടുക്ക അവിടെ വെയിറ്റ് അധികമൊന്നുമില്ല. രസമുണ്ട്. നല്ല തൊപ്പിയായിട്ട് എടുക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഞങ്ങളവിടെ ഞങ്ങളവിടെ ഇതിൻ്റെ ഇതൊന്നും കാണുക. രോമൊക്കെ കട്ടിക്കുന്നുണ്ട് നാളെ പൂച്ച. ഇത് എന്തിനാ ക്രോസ് പോകുന്നത് അല്ലേ? മാന്നിട്ട് പോയിക്കോ. ഉപ്പിലിട്ട മാങ്ങ അങ്ങനത്തന്നെ വലുതിട്ടോ. ഇതൊക്കെ എന്ത് ടേസ്റ്റ് അല്ലേ. ഉപ്പിലിട്ട് വലിയ ഇവ എടുത്തിട്ട് മെല്ലെ പോക്കറ്റിലെടുത്തിട്ടേ അടുത്ത് പറയണ്ട, മെല്ലെ പോയിക്കോളെ. അവിടെ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ സൈഡ് വെച്ച് ഇതെന്താ പോക്കറ്റിൽ സംഭവം കണ്ട് ഇവിടെ വീർത്ത് നടക്കണ്ടായിരുന്നു. ഈ പോക്കറ്റിലിട്ടെ ഇവിടെ ഇങ്ങനെ നടക്കണ്ടായിരുന്നു. എന്നിട്ട് ഇതെന്താ അപ്പം ഞാൻ ഇവൻ മെല്ലെ എനിക്ക് പോക്കറ്റിലെടുത്തിട്ടാണ് ആർക്കും പറഞ്ഞിട്ട് മെല്ലെ മുന്നോട്ട് പോകാൻ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഒന്നും കൂടി എടുത്തോളം പറഞ്ഞു. പിന്നെ എനിക്ക് ഉപ്പിലിട്ട ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇതിനിപ്പോൾ എന്തോ ഒരു ഉപ്പ് അറിയും. ഇത് എന്തോ ഒരു ഉപ്പോ ഞാൻ തിന്ന് നാവുണ്ട് ഇങ്ങനെ ആവണ്. എന്താ ഇവ പിന്നെ ഇപ്പോൾ ആരെയിലാക്കി കൊണ്ടുവന്നിട്ട് ഈ 3 ഇത് തുറക്കും. എന്താ സാധനം? ഇത് മറ്റേ കപ്പ് കേക്ക് പോലത്തെ കട്ടിയുള്ളത് കേട്ടോ. എന്തൊക്കെയാ ചാമ്പി കൊണ്ടുവന്നിക്കണേ. ഞാനും ചാമ്പിക്കണെന്നാ
ഞാനും ചാമ്പിട്ടോ. എനിക്കും അറിയാം കേട്ടോ, അത് അവിടെ കവറിലുണ്ടായിരുന്നു. ഞാനല്ല ഇവനായിട്ട് എടുത്ത് തന്നെ, ഞാൻ ചാമ്പിയല്ലേ, എനിക്ക് ഇവനായിട്ട് എടുത്ത് തന്നെ. ഞാനല്ല എടുത്ത്, ഇവനെ എനിക്ക് എടുത്ത് തന്നെ. നടന്നു സി എസ് അല്ല റൂം മാച്ച്. ഞാൻ ഒറ്റയ്ക്കും നിങ്ങൾ രണ്ടാളും. ടോണിയെ അച്ഛന് ആയിട്ടൊന്നുമില്ല. നിങ്ങൾ രണ്ടാളും ഞാൻ ഒറ്റയ്ക്ക്. രണ്ടെണ്ണോ? ടോണിയെ നീന്ന് കളിന്ന് ഇറങ്ങ. ഇവർ രണ്ടാളും ഞാൻ ഒറ്റയ്ക്കും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതി. ഇവർ രണ്ടാളെ 0ക്ക് ഒട്ടിക്കാൻ. മുട്ടയ്ക്ക് ഞാൻ ഒട്ടിച്ച്, അവനൊക്കെ ഞാൻ മുട്ടയ്ക്ക് ഒട്ടിച്ച് രാവിലെ. അവനെ ഓ റൗണ്ടല്ലേ, ഒറ്റ മറ്റേ ഫുള്ളായിട്ടല്ലല്ലോ. ഇവനൊക്കെ ഞാൻ പൊട്ടി കളി പഠിച്ച് വരുന്നുള്ളൂ. ഇവ ഒറ്റ റൗണ്ട് എടുത്തുള്ളൂ. അവനെ ഞാൻ കുത്തി കൊന്നുണ്ട്. അവന്മാർ കളിക്കാറ് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇവർ രണ്ടാളും. അത് അടിപൊളിയാവും. ഇവരും കുറച്ച് കളി ഓടിക്കട്ടെ, എൻ്റെ കളിയും കുറച്ച് ഇവർക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം പറഞ്ഞ പോലെ ഉണ്ണി കളി കഴിഞ്ഞ് പറയാം. പൂച്ച ശേഷം നല്ല എന്താ ആക്റ്റീവ് പോലെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ കണ്ടോ, ഇങ്ങനെ കിടക്കില്ല. ഞാൻ വെറുതെ കടത്തിയിട്ടുള്ളൂ, ഇത് ഇങ്ങനെ തന്നെ കിടക്കണേ അല്ലേ. വേണ്ട പോണേ. ഇതിനൊക്കെ ഓരോ പേരിടണം. കോഴി എന്നാ കണ്ടോ കടിക്കുന്നത്. കോഴി ഞാൻ തീറ്റ കൊടുക്കണ്ടോ ചോദിച്ചിട്ടാണ് കോഴി വന്നത് കേട്ടോ. ഇന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം. ഇപ്പം സമയം 6 മണി കേട്ടോ. അവിടുത്തെ സൗണ്ട് വെക്കണം, അമ്പലത്തിൽ സൗണ്ട് വെക്കണ്ടോ നിങ്ങൾക്ക്? ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഭജന കൊണ്ട് അവിടെ അമ്പലത്തിൽ പാട്ട് വെക്കണം. 6 മണിയായി പാട്ടൊക്കെ കൂട്ടാം. അപ്പോൾ കോഴി എന്തൊക്കെയാ കൊത്തി പറിക്കുന്നുണ്ട്. തവണ ഇത്രയും ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട് ഡെയിലി ഗോതമ്പ് എൻ്റെ കയ്യിലിട്ടാ കൊടുക്കുക. എന്നിട്ട് ഒന്നും കിട്ടാത്ത പോലെ അതാ തവളേനെ തിന്നണം അവിടെ ഇരുന്നിട്ട്. എനിക്കാണെങ്കിൽ അല്ലേ തവളേനെ പേടിയാ. അമ്മ കുളി കഴിഞ്ഞോ? ആ തോർത്തടുത്ത് തന്നെ കിട്ടോ. ആ എനിക്ക് കുളിക്കണം. ഇന്നലെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുളിച്ചു കേട്ടോ. ഇന്നലെ കുറേ തിരക്കുണ്ടായിരുന്നു. 4-5 ആൾക്കാർ കുളിക്കണ്ടാവും. എല്ലാം കുളിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കുളിച്ച പച്ചവെള്ളത്തിൽ കുളിച്ചത്, ചൂടുവെള്ളത്തിലല്ല. അല്ല ഞാൻ ഇട്ട മറ്റേ ഷർട്ടാണ് ഞാൻ ബെഡിൽ ഇട്ടത്. അമ്മ ഞാൻ പറഞ്ഞ ഇത് നോക്കിയിട്ട് പകുതി പോലെ ഇട്ടാ. ഞാൻ ഉറങ്ങിയായിരുന്നു, അപ്പോഴല്ലേ അമ്മ എടുത്തോണ്ടായത്. ഉറങ്ങി കണ്ടിട്ടല്ല അമ്മ എടുത്ത്. ഞാൻ അവിടെ കടന്ന് ഉറങ്ങായിരുന്നു, അപ്പോഴല്ലേ എടുത്തോണ്ടായത്. ഇവിടുത്തെ ഈ കൂട്ടിലൊന്നും കിളി വരില്ല. അതിന് മുട്ട എടുത്ത് നോക്കിയാലോ. ഈ കൂട്ടില് എപ്പോ ഉണ്ടായതറിയോ? ഈ മുട്ട വീരണില്ല, കോയിന്റെ മുട്ട വീരണില്ല. അമ്മ പൊട്ടിച്ച് നോക്കിയാലോ, ഒന്ന് പൊട്ടിച്ച് നോക്കി നോക്കാം. എന്താ അറിയണല്ലോ. ഇപ്പൊ 1-2 ആഴ്ച ആയില്ലേ. പൊട്ടിക്കട്ടെ, എന്താ നോക്കി നോക്കാം. മുട്ടയ്ക്ക് എന്തൊരു മണം. കൊയ്ക്കാട്ടഞ്ഞിൽ കാണാണോ നീ ചീഞ്ഞാണോ എന്തറിയില്ല. അത് പിടക്കം പൊട്ടണ പൊട്ടി. അമ്മ അത് പിടക്കം പൊട്ടണ പോലെ പൊട്ടി. ഞാൻ കല്ല് എറിഞ്ഞാ പടക്കം പൊട്ടണ പോലെ പൊട്ടി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മഞ്ഞോ ഒരു വെള്ള കളറായ മൊത്തം. മെല്ലെ എറിഞ്ഞാ പടക്കം പൊട്ടുന്ന പൊട്ടാസ് പൊട്ടുന്ന സൗണ്ട്. അതിന് വെറും 5 കപ്പ് വെള്ളം എടുത്തുള്ളൂ. അതിനാല് വെള്ളം ബാക്കി കപ്പിലാക്കി വെച്ചു. 5 കപ്പ് വെള്ളം എൻ്റെ കുളി മൊത്തം കഴിഞ്ഞ്. ഇതാ താഴേന്ന് ഇങ്ങനെ മേലെ വരെ എൻ്റെ കുളിയായിരുന്നു. കണ്ട ബാക്കി ഇനിയും വെള്ളല്ലേ. നമുക്ക് എന്നൊക്കെ സമ്മതിക്കണം കേട്ടോ. ഓ എന്തോ ഒരു ഇത് ഇങ്ങനെ വരിക. ഇങ്ങോ നിനക്കിത് വേണ്ട. തീയുള്ളത് കൊണ്ട് വേണ്ട, തീൻ്റെ ചിത്രമുള്ളത് കൊണ്ട് വേണ്ട.
ഇപ്പോൾ ആകാശത്തുണ്ടല്ലോ ആ ഭാഗത്തായിട്ട് ഫുള്ള് ഇടി കേട്ടോ. ഫുള്ള് ഇടി പറഞ്ഞാൽ ഇവിടുന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഞാൻ എനിക്ക് കാണിച്ചാലായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ലോഗായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സി യു.